നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേത് അധിക ശിക്ഷ എന്നാണ് തന്റെ അഭിപ്രായം. സുപ്രീം കോടതി വിധികൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ്. ഗ്രീഷ്മയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സമ്മർദ്ദം ഷാരോൺ ഒരുക്കിയത് കോടതി പരിഗണിക്കണമായിരുന്നുവെന്നും കമാൽ ബാഷ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മുൻ ഹൈക്കോടതി ജഡ്ജി കമാൽ ബാഷയെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്തു. പക്ഷെ ഇന്നലത്തോടെ ആ റെസ്പെക്ട് ഞാൻ വിട്ടു. എനിക്ക് ഇപ്പൊ തോന്നുന്നത് ഗ്രീഷ്മ കുറച്ച് കഷായം നമ്മുടെ കമാൽ ബാഷയ്ക്ക് കൊടുക്കായിരുന്നു എന്നാണ് തോന്നുന്നത്. തെറ്റാണെന്ന് എനിക്കറിയില്ല. ഗ്രീഷ്മയ്ക്ക് 24 വയസ്സുള്ളൂ, അതുകൊണ്ട് വധശിക്ഷയുടെ ഒരു ആവശ്യമില്ല എന്നാണ് സാറ് പറയുന്നത്. എന്തായാലും സാറ് റിട്ടയർഡ് ആയത് നന്നായി. ഇപ്പോ മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ മുന്നിലേ ഇമാതിരി ഡയലോഗ് അടിക്കാൻ നാണമില്ല സാറേ. ഇങ്ങനോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു, അതെന്തായാലും പോയി. പിന്നെ സ്വന്തം വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ നോവുള്ളൂവെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്രീഷ്മ വിധിക്ക് മുൻപ് പറഞ്ഞത് എനിക്കിപ്പോ 24 വയസ്സ്, 14 വർഷം കഴിഞ്ഞ് 32 വയസ്സ്, അപ്പൊ കഴിഞ്ഞ് എനിക്ക് കല്യാണം കഴിക്കാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. പക്ഷെ എന്ത് ചെയ്യണം, കോടതി അപ്പൊക്കെ പൂട്ടി. ഒരു കോടതി വിധി വന്നതിന് ശേഷം ഇതുപോലുള്ള പ്രതികരണങ്ങൾ അത്ര നല്ലതല്ല സാറേ. മേൽക്കോടതി എന്ത് തീരുമാനിക്കുന്നു നമുക്കറിയില്ല, എന്തുമാവട്ടെ. എന്നാലും അതിനു മുൻപ് തന്നെ ഇതുപോലുള്ള മെസ്സേജ് കൊടുക്കുന്നതും മോശം സാറേ. ഭീഷ്മക്ക് ഇതുപോലുള്ള ശിക്ഷ വിധിച്ചിട്ടും നാടൊന്നാകെ ഇന്ന് സന്തോഷത്തിലാണ്. അതിന്റെ ഇടയിൽ ഇതുപോലുള്ള സാറന്മാര് ഇതുപോലുള്ള വാക്കുകൾ പറയുമ്പോൾ പുച്ഛമാണ് സാറേ. എന്തായാലും സാറൊക്കെ വിരമിച്ചത് എത്രയോ നന്നായി. ദയവായി മാധ്യമങ്ങളോട് ഇതുപോലെ അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടി ക്യാമറ തൂക്കി പോകല്ലേ, ആ ക്യാമറയുടെ വാല്യൂ അടക്കം നഷ്ടപ്പെടും.